കംപ്ലൈൻ്റ് ആയ സ്പീക്കർ, ബൂഫർ, സബ് ബൂഫർ ഇതൊക്കെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ഞാനിതിവിടെ വാങ്ങിയത് തൊടുപുഴയുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന മിക്ക ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വില, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന സ്പെയറുകൾ ഇങ്ങനെയുള്ള സ്പീക്കറിനും ബൂഫറിനും സബ് ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റി ഇങ്ങനെയുള്ള കോയിലുകൾ കിട്ടും പല സൈസിലുള്ള. അപ്പോൾ കോയിൽ മാറുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ സ്പൈഡറും കൂടെ മാറേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈഡറുകൾ നമുക്ക് പല സൈസിലുള്ള മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഞാനിവിടെ ഈ ഒരു കടയിൽ പുതിയ കോയിൽ മേടിക്കാൻ വന്ന സമയത്ത് പഴയ സ്പീക്കറിൻ്റെ കോയിലും കൂടി കട്ട് ചെയ്തുകൊണ്ട് വന്നായിരുന്നു. ഇങ്ങനെയുള്ള പല സൈസിലുള്ള കോയിലുകളുണ്ട്. അപ്പം പഴയത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ കോയിൽ നമുക്ക് പാകത്തിനുള്ള അളവിനുള്ള കിട്ടിയിട്ടുണ്ട്. പുതിയ കോയിലിന് 30 രൂപയാണ് ആയത്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യം സ്പൈഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈഡറുകളും പല സൈസിലുള്ള ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ നമ്മൾ കടകളിലൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് പഴയ സ്പീക്കറോ അല്ലെങ്കിൽ പഴയ സ്പെയറൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിന്നിവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെയറുകളൊന്നും മിക്ക സ്ഥലങ്ങളിലുള്ള കടകളിലൊന്നും കിട്ടുന്നില്ലെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിച്ച് തൊടുപുഴയുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഷോപ്പിൽ നിന്നാണ്. തൊടുപുഴ ധന്വന്തരിപ്പടിക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഷോപ്പൊക്കെ ഉള്ളത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ ഞാനിവിടുന്ന് പഴയത് കൊണ്ടുപോയത് 40 വാട്ട്സിൻ്റെ സ്പീക്കറിൻ്റെ കോയിലായിരുന്നു. ഇതിന് പകരമായിട്ട് ഞാനിവിടെ മേടിച്ച് സെയിം സൈസിലുള്ള ബൈൻഡിങ് കൂടിയ കോയിലാണ്. പഴയ കോയിലിനേക്കാളും ഇരട്ടിയിലധികം കൂടുതൽ ബൈൻഡിങ് ഉണ്ട് പുതിയ കോയിലിന്. അതുപോലെ ഗേജ് കൂടിയ കോയിലാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോയിലൊക്കെ മാറി നമുക്ക് സ്പീക്കറിനെ ബൂഫറായിട്ടും ബൂഫറിനെ സബ് ബൂഫറൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതുപോലെ പവർ കുറഞ്ഞ പഴയ കോയിലെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള വലിയ കോയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സൗണ്ട് ഔട്ട്പുട്ടും അതുപോലെ പവറൊക്കെ കൂടുതൽ കിട്ടും. പിന്നെ പവർ കൂടിയ കോയിലൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ഈ ഒരു മാഗ്നറ്റിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതാണോ എന്ന് നോക്കണം. ഇതിപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഴയ കോയിൽ മാറിയിട്ട് പുതിയ കോയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ്. ഈ ഒരു കോയിൽ ഓരോരുത്തരും ടച്ച് ആകാത്ത രീതിയിൽ നിൽക്കണം. അതുപോലെ അടിയിൽ മുട്ടി നിൽക്കാനും പാടില്ല. അതുപോലെ ഓവറായിട്ട് മുകളിലേക്ക് പൊങ്ങി നിൽക്കാനും പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ. അപ്പോൾ പുതിയ കോയിൽ കൊട്ടിക്കുന്ന സമയത്ത് ഓരോരുത്തരും ടച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റിനും സ്പേസർ പോലെ ചെറിയ പേപ്പർ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഈ ഒരു കോയിലിലേക്ക് സ്പൈഡർ ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നത്. ഇനി ഒട്ടിച്ചേക്കുന്ന ഉണങ്ങി കഴിയുമ്പം നമ്മൾ ഉള്ളിൽ വെച്ചേക്കുന്ന സ്പേസർ എടുത്ത് കളയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കോയിൽ ഓരോരുത്തരും ടച്ച് ആകാത്ത രീതിയിൽ കറക്റ്റ് സെൻറ്റർ ആയിട്ടിരുന്നോളൂ. അപ്പോൾ പുതിയ കോയിലൊക്കെ ഒട്ടിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. പിന്നെ കൂടുതലും സബ് ബൂഫറും സ്പീക്കറൊക്കെ കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് അതിലേക്ക് നമ്മൾ +18 തിരിച്ചു കൊടുക്കുന്ന സമയത്താണ്. ആംപ്ലിഫയർ ഔട്ടിൻ്റെ +18 സ്പീക്കറിലേക്കോ അല്ലെങ്കിൽ ബൂഫറിലേക്കോ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടിൽ പാട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു കോയിൽ അടിയിൽ പോയി ഇടിച്ച് ബെൻഡായിട്ടാണ് കൂടുതലും കംപ്ലൈൻ്റ് ഒക്കെ ആവുന്നത്. ഇനി ഈ കാണുന്നതാണ് സ്പൈഡർ. ഇതിനാണ് 15 രൂപ ആയത്. ഇതും പല അളവിലുള്ള മേടിക്കാൻ കിട്ടും. അപ്പോൾ കോയിലിന് മാച്ചിങ് ആയിട്ടുള്ള മേടിച്ചിങ്ങനെ പറ്റുള്ളൂ. ഇത് നമ്മുടെ സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ ബൂഫറിൻ്റെയൊക്കെ ഈ ഒരു ഫ്രെയിമിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിക്കുന്ന ഇവിടുത്തെ അളവ് കറക്റ്റ് ആകണം. അതുപോലെ നമ്മൾ ഇതിൽ വെച്ച് ഒട്ടിക്കുന്ന കോയിൽ ഇതിൻ്റെ അളവും കറക്റ്റുള്ളത് കിട്ടിയെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈഡറുകൾ ഇതും പലതരത്തിലുള്ളതുണ്ട്. സ്പീക്കറിന് ഉപയോഗിക്കുന്നതിന് വലിയ മൂവിങ് ഉള്ളതായിരിക്കില്ല. ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്നതിന് കുറച്ചും കൂടെ മൂവിങ് കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ കോയിലും സ്പൈഡറൊക്കെ കറക്റ്റ് അളവിനുള്ള മേടിക്കുകയാണെങ്കിൽ ഇതുവരെ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിക്കോളും. ഇതിങ്ങനെയല്ല ഒട്ടിക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് കോൺ പേപ്പർ. ഇങ്ങനെയുള്ള കോൺ പേപ്പർ പലതരത്തിലുണ്ട്. സ്പീക്കറിന് ഉപയോഗിക്കുന്നത്, ബൂഫറിന് ഉപയോഗിക്കുന്നത്, സബ് ബൂഫറിന് ഉപയോഗിക്കുന്നത്. ഇത് 5.5 ഇഞ്ചിൻ്റെ സബ് ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതിന് 20 രൂപയാണ്. 6 ഇഞ്ചിൻ്റെ സബ് ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന കോൺ പേപ്പർ ഞാൻ ഇതിൻ്റെ സ്പെയറുകളൊക്കെ മേടിച്ച് ഷോപ്പിൽ തീർന്നു പോയായിരുന്നു. അപ്പോൾ 6 ഇഞ്ചിൻ്റെ സബ് ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന കോൺ പേപ്പർ കിട്ടിക്കഴിയുമ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിൽ എങ്ങനെയാണ് കോയിലും സ്പെയറൊക്കെ ഒട്ടിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് അളവിലുള്ള ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഈ ഒരു കോയിലും സ്പൈഡറും അതുപോലെ ഈ കോൺ പേപ്പർ എല്ലാം കറക്റ്റ് സീറ്റിംഗ് ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ ഹോളുകളൊക്കെ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കോയിലെല്ലാം ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ടെസ്റ്റിംഗ് ആപ്പും കൂടെ ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് ആപ്പ് ഇതും പല സൈസിലുള്ളത് മേടിക്കാൻ കിട്ടും. ഞാനിവിടെ മേടിച്ചേക്കുന്നത് ഇതിന് 5 രൂപയാണ് അയക്കുന്ന ഒരെണ്ണത്തിന്. പിന്നെ ഈ കാണുന്നത് 6 ഇഞ്ചിൻ്റെ ബൂഫറിന് ഉപയോഗിക്കുന്ന കോൺ പേപ്പറാണ്. ഈ ഒരു കോൺ പേപ്പറിന് ഒരെണ്ണത്തിന് 15 രൂപയാണ് ആയത്. അപ്പോൾ ഈ ഒരു കോൺ പേപ്പറിലേക്ക് നമുക്ക് ഈ ഒരു കോയിലേക്ക് ഒട്ടിക്കണമെങ്കിൽ ഇതിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്ത് കളയണം. ഇതിന് അളവ് വ്യത്യാസമുണ്ട്. ഇത് വാട്ട്സ് കുറഞ്ഞ ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന കോൺ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് പല അളവിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ പഴയ സ്പെയറുകളൊക്കെ കൊണ്ടുപോയി മേടിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പക്ഷേ കറക്റ്റ് അളവിലുള്ള കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിച്ച് ആ ഒരു ഷോപ്പിൽ 4 ഇഞ്ച് മുതലുള്ള സ്പീക്കറിനുള്ള കോൺ പേപ്പറാണ് കിട്ടുന്നത്. ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ ഉപയോഗിക്കുന്ന 2 ഇഞ്ചിൻ്റെയൊക്കെ സ്പീക്കറിൻ്റെയും ബൂഫറിൻ്റെയൊക്കെ കോൺ പേപ്പർ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സ്പീക്കറുകളിലൊന്നും നിലവിൽ അതിൻ്റെ സ്പെയറുകളൊന്നും കിട്ടുന്നില്ല. അതുപോലെ ഓവൽ ടൈപ്പ് സ്പീക്കറുകളിലെയും സ്പെയറുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളിത് ഉപയോഗിച്ച് ഒരു സബ് ബൂഫർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ കയ്യിൽ സബ് ബൂഫറിൻ്റെ കോൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. അതുപോലെ സ്പീക്കറിൻ്റെ കോയിലൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ പേപ്പർ മാറുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫെവിബോണ്ട് ഇങ്ങനെയുള്ള പശ ഉപയോഗിച്ചാലും മതി. ഇതാണെങ്കിൽ ചെറിയ ട്യൂബിന് 15 രൂപയൊക്കെ ഉള്ളൂ.
സബ്വൂഫറിൻ്റെ കോൺ പേപ്പർ കൊട്ടിക്കാനായിട്ട് ഇങ്ങനെയുള്ള പശകളൊന്നും അല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലോക്കലായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെബി ബോണ്ട് ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളിലും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള പശയൊക്കെയിട്ടാണ് ബൂഫറൊക്കെ ഒട്ടിക്കുന്നതെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് ഉപയോഗിക്കാവുള്ളൂ. എങ്കിലാണ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് റഫായിട്ട് പറഞ്ഞുതരാം. ആദ്യമേ ഇതിലേക്ക് കോയിൽ ഈ കാണുന്ന പോലെ ഇറക്കി വെക്കുക. കോയിലിൻ്റെ 2 ലീഡും വയർ കണക്റ്റിൻ്റെ അങ്ങോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അതുപോലെ കോയിലിൻ്റെ സെൻട്രലായിട്ട് ചുറ്റിനും സ്പേസർ പോലെ പേപ്പർ എന്തെങ്കിലും മടക്കി വെക്കണം. പിന്നെ ഈ ഒരു ഫ്രെയിമിന് ചുറ്റിനും നന്നായിട്ട് പശ ഇട്ട് കഴിഞ്ഞിട്ട് സ്പൈഡർ ഇതുപോലെ കയറ്റി വെക്കുക സെൻറ്ററിലേക്ക്. ഇനി കോയിൽ കറക്റ്റ് സെൻട്രലായിട്ട് നിൽക്കുന്ന രീതിയിൽ പൊക്കി വെച്ചിട്ട് ഈ ഒരു കോയിലിന് ചുറ്റിനും പുറമേ പശ ഇട്ട് കൊടുക്കുക. അതുപോലെ കോയിലിൻ്റെ ലീഡ് മുകളിലേക്കും വെക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കോയിൽ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി അടുത്തായിട്ട് കോയിലിന് ചുറ്റിനും ഒന്നുകൂടി പശ ഇടുക. അതുപോലെ ഈ പുറമേ ഉള്ള ഈ റിങ് ഇതിലൂടെ നന്നായിട്ട് ചുറ്റിനും പശ ഇടുക. ഇനി ഇതിന് മുകളിലേക്ക് കോൺ പേപ്പർ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഈ ഒരു കോൺ പേപ്പറും അതുപോലെ ഈ കോയിലിൻ്റെ പുറമേ ഉള്ളത് ഇത് തമ്മിൽ കണക്റ്റ് ആകുന്ന ഈ ഒരു ഭാഗത്തും മുകളിൽ നിന്നും പശ ഇട്ട് കൊടുക്കണം ചുറ്റിനും. ഇനി അടുത്തായിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. കോയിലിൻ്റെ 2 ലീഡും വയർ കണക്റ്റായിട്ട് പേപ്പറിന് ഹോളിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിൽ നന്നായിട്ട് പശ ഇട്ട് ഒട്ടിക്കണം. കോയിൽ ഇളകി ഒന്നും ഡിസ്കണക്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഡസ്റ്റ് ക്യാപ്പ് വെച്ച് ഒട്ടിക്കേണ്ടത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഡാമേജ് ആയ പഴയ കോൺ പേപ്പർ മാറിയിട്ട് പുതിയ കോൺ പേപ്പർ ഇടുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൈകളിലും പഴയ കംപ്ലൈൻ്റ് ആയ സ്പീക്കറോ ബൂഫറോ സബ്വൂഫറൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. സ്പീക്കർ റിപ്പയറിംഗ് ഒക്കെ നല്ല തൊഴിൽ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. ഇതൊന്നും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ അങ്ങനെ അധികമില്ല. ഞാനിവിടെ പഴയ സ്പീക്കറുകളിലൊക്കെ ആയിരുന്നു ആദ്യം ഇങ്ങനെ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ പലരും മെസ്സേജ് അയച്ചും അതുപോലെ കമൻറ്റിലൂടെയൊക്കെ സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ സെറ്റുകളിലൊക്കെ സബ്വൂഫർ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ സബ്വൂഫർ കൊടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പഞ്ച് ഇതിൽ നിന്ന് കിട്ടില്ല. അതുപോലെ സബ്വൂഫറിൽ നിന്ന് ഇടി മാത്രം, അതായത് പഞ്ച് മാത്രമായിരിക്കില്ല വരുന്നത്, പാട്ടിൻ്റെ ആ ഒരു ഓളിയും കൂടി കയറി വരും. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പഞ്ചിങ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ആക്റ്റീവ് സബ്വൂഫർ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് സബ് ആംപ്ലിഫയർ ഉപയോഗിക്കുകയോ വേണം. ഇങ്ങനെയുള്ള സെറ്റുകളിൽ നേരിട്ട് സബ്വൂഫർ കൊടുത്ത് വർക്ക് ചെയ്യിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാസ് കിട്ടുമെന്നൊക്കെ ഉള്ളൂ. അതുപോലെ ഇപ്പം മിക്കവരും ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ മേടിച്ച് വെച്ചാണ് വീടുകളിലൊക്കെ പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള സെറ്റുകളിലൊക്കെ 4 ചാനൽ സ്പീക്കർ ഔട്ട് ഉണ്ട്. ഒരു ചാനൽ ഏകദേശം 50 വാട്ട്സിനടുത്തേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ ഒരു ആക്റ്റീവ് സബ്വൂഫറോ അതല്ലെങ്കിൽ സബ് ആംപ്ലിഫയറും ഒരു സബ്വൂഫറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതേ ഒരു സെറ്റപ്പിലുള്ള MP3 പ്ലെയറൊക്കെ ഉള്ള ഒരു ഓഡിയോ ആംപ്ലിഫയർ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. ഇതേപോലെയുള്ള സെറ്റുകളൊക്കെ ആണെങ്കിൽ ഇതിനൊരു SMPS പവർ സപ്ലൈ ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യിക്കാം. അതല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാം. ഇതേപോലെയുള്ള ഒരു പുതിയ സെറ്റിനൊക്കെ ഏകദേശം ഒരു 1300 റേഞ്ചിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതിനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല ആംബിയർ കിട്ടുന്ന ഒരു പവർ സപ്ലൈക്ക് ഏകദേശം 600 മുതൽ 800 റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്ത് അതായത് SMPSോ അല്ലെങ്കിൽ അഡാപ്റ്ററൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആകെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നം ഇതിലേക്കുള്ള പവർ സപ്ലൈ ഓഫാക്കി കഴിയുമ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റിംഗ്സ് പ്രോഗ്രാം എല്ലാം ഡിലീറ്റ് ആയി പോകും. വീണ്ടും നമ്മൾ സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റിംഗ്സ് ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിൻ്റെ കൂടെ ചെറിയൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് കൂടി കണക്ട് ചെയ്തിടണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.